ലോകശ്രദ്ധ ആകർഷിച്ച ഒരു വൈകാരിക രംഗത്തിനാണ് റോയൽ കുടുംബവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സാക്ഷ്യം വഹിക്കുന്നത്. ഗുരുതര രോഗം ബാധിച്ച് ആശുപത്രി കിടക്കയിൽ മരണം മുഖാമുഖം കാണുന്ന ഒരച്ഛന്റെ ഹൃദയം തകർന്ന അപേക്ഷയാണിത്. മകളാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. മരണത്തിന് മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് കാണാൻ വരൂ. ഹാരി രാജകുമാരന്റെ ഭാര്യയായ മെഗൻ മെർക്കലിന്റെ പിതാവ് തോമസ് മെർക്കലിന്റെ ധീനരോധനമാണിത്. ഒരു വശത്ത് ഗുരുതരാവസ്ഥയിൽ മരണത്തോട് മല്ലിടുന്ന പിതാവ്, മറുവശത്ത് ലോകപ്രശസ്തനായ മകൾ. ഈ വൈകാരിക അകൽച്ചയാണ് ഇപ്പോൾ രാജ്യാന്തര ശ്രദ്ധ നേടുന്നത്. തോമസ് മെർക്കലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരമാണ്. തുടയിൽ രക്തം കട്ടം പിടിച്ചതിനെ തുടർന്ന് മുട്ടിനു താഴെ രക്തചംക്രമണം നിലച്ചു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു. കാലിലെ അണുബാധ ഹൃദയം വരെ വ്യാപിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. ഇത് ഗുരുതരമായ അവസ്ഥയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഫിലിപ്പീൻസിലെ ഒരു ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. അദ്ദേഹം കഴിഞ്ഞത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ശസ്ത്രക്രിയ വിജയകരമായി കഴിഞ്ഞെങ്കിലും മെർക്കൽ ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ്. മരണം അടുത്തെത്തിയ ഈ സാഹചര്യത്തിൽ മകളോടും കുടുംബത്തോടുമുള്ള സ്നേഹം പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തന്റെ ഗുരുതരമായ രോഗാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ മകൾ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന പത്രവാർത്തകൾ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് മെർക്കലിൻ മെയിൽ ഓൺ സൺഡേയോട് വെളിപ്പെടുത്തി. എന്റെ ഫോൺ നമ്പർ മാറിയിട്ടില്ല. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ അവൾക്ക് എന്നെ വിളിക്കാമായിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായി മെഗൻ മെർക്കൽ പിതാവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിലെ സത്യാവസ്ഥ തേടി മെയിൽ ഓൺ സൺഡേ പ്രതിനിധികൾ നേരിട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ടു. മെർക്കൽ ആശുപത്രിയിലെ VIP രോഗികളിൽ ഒരാളാണ്. അദ്ദേഹം ആരാണെന്ന് ആശുപത്രി ജീവനക്കാർക്കറിയാം. മെഗനോ മെഗന്റെ പ്രതിനിധികളോ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായോ നഴ്സുമാരുമായോ മെഗൻ പ്രതിനിധികളോ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഫിലിപ്പീൻസിലെ നിലവാരം അനുസരിച്ച് ഇതൊരു വലിയ ആശുപത്രിയാണെങ്കിലും ജീവനക്കാർ പരസ്പരം അറിയുന്നവരാണ്. മെഗൻ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന വാർത്ത തങ്ങൾക്ക് ആശ്ചര്യമുണ്ടാക്കിയെന്നും തങ്ങളുടെ അറിവിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. ഉപയോഗിക്കാത്ത വിലാസം. മെഗനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വെള്ളിയാഴ്ച മെഗൻ തന്റെ പിതാവിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. എന്നാൽ മെയിൽ ഓൺ സൺഡേ അവകാശപ്പെടുന്നത് ഇത് കഴിഞ്ഞ 5 വർഷമായി തോമസ് മെർക്കൽ ഉപയോഗിക്കാത്ത ഒരു ഇമെയിൽ വിലാസത്തിലേക്കായിരുന്നു എന്നതാണ്. നിലവിൽ അദ്ദേഹം ഇമെയിൽ ഉപയോഗിക്കാറില്ലെന്ന് മെർക്കലിനുമായി ബന്ധമുള്ള കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. നെറ്റ്ഫ്ലിക്സും കുടുംബസ്നേഹവും ഈ വൈകാരിക പ്രതിസന്ധിക്ക് ഒരു വിരോധാഭാസമുണ്ട്. പിതാവ് മരണക്കിടക്കയിൽ കിടന്ന് തന്നെ തേങ്ങുമ്പോൾ മറുഭാഗത്ത് മെഗൻ തന്റെ പുതിയ നെറ്റ്ഫ്ലിക്സ് ഷോയുടെ തിരക്കിലാണ്. വിത്ത് ലവ് മെഗൻ എന്ന ഈ ഷോ കുടുംബ സ്നേഹത്തിന്റെയും മൂല്യത്തെയും ഉദ്ഘോഷിക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു പരിപാടിയുടെ തിരക്കിൽ സ്വന്തം പിതാവിന്റെ അന്ത്യയാത്രയിൽ പോലും ഒപ്പം നിൽക്കാൻ കഴിയാത്ത മകളുടെ ഈ അവസ്ഥ റോയൽ കുടുംബത്തെക്കുറിച്ചുള്ള പൊതുജനധാരണയെ വീണ്ടും ബാധിച്ചേക്കാം. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ അച്ഛൻ മകൾ ബന്ധത്തിലെ വിള്ളലുകൾ തോമസ് മെർക്കലിന്റെ ഈ ദയനീയമായ അന്ത്യ അഭ്യർത്ഥനയോടാണെങ്കിലും അവസാനിക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.